ഹായ് ഗഡീസ്, വെൽക്കം ബാക്ക് ടു ട്രക്ക് ഇറ്റ് സ്റ്റോറീസ്. അപ്പോ അടുത്തൊരു സിനിമ കൂടി കണ്ടു വന്നേക്കാണ്. കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് ഫ്യൂച്ചറിൽ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമ തന്നെയാണ് പ്രാവിൻകൂട് ഷാപ്പ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, അത് തന്നെയാണ് അതിന്റെ മെയിൻ കാരണങ്ങൾ. അപ്പോ ട്രെയിലർ കണ്ടിട്ടുള്ള പോലെ തന്നെ എല്ലാവർക്കും മനസ്സിലായേണ്ട ഒരു ത്രില്ലറാണ് സിനിമ എന്നുള്ളത്. ത്രില്ലറിന്റെ ഘോഷയാത്രയാണ് മലയാള സിനിമയില്. അതെ. അപ്പോ അതിനോട് ചുവട് പിടിച്ചതിന് 2025 സൗബിന്റെയും ചെമ്പ വിനോദ് അതുപോലെ ബേസിൽ ജോസഫ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ള പ്രാവിൻകൂട് ഷാപ്പ് ഇന്ന് റിലീസായിക്കാണ്. ഒരു ഡാർക്ക് ഹ്യൂമറാണ് പടം. അതായത് വേറെ വൈബ് പടം. അതായത് കുറെ ത്രില്ലറുകൾ നമ്മളിപ്പോ കണ്ടു. കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം സ്റ്റാർട്ടിങ് മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലം പടമാണ്. നമുക്ക് ആദ്യം തന്നെ അതിന്റെ എല്ലാ ടെക്നിക്കൽ സൈഡും പറഞ്ഞു പോകണം. കാരണം ഒരുപാട് അപ്രീസിയേഷൻ അറിയിക്കുന്ന ആൾക്കാർ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ പേര് കൊണ്ട് തന്നെയാണ് ഈ പടത്തിന് ഇത്രയും ഹൈപ്പ് ആവാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും എക്സ്പെക്ട് ചെയ്ത് ഇരിക്കാനും കാരണം. അപ്പോ ഫെഷനെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസനാണ്. ശ്രീരാജ് ശ്രീനിവാസന്റെ ഡിബറ്റ് മൂവി ആണോ എന്ന് അറിയില്ല. അതെ, ബേസിലിന്റെ ഒരു ഇന്റർവ്യൂ കട്ട് കണ്ടിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം, തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പോയി കണ്ടിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് ഫിലിം മാത്രം മതി ഈ പടം നമുക്ക് കാണാനുള്ള ഒരു ചെയ്ത് വെക്കാനുള്ള ഒരു കാലിബർ ഉള്ള ആളാണ് നമുക്ക് തെളിയിക്കാനായിട്ട്. കിട്ടില്ലായിട്ടുള്ള പരിപാടി വെസ്റ്റത്തെ ഒരു വർക്കാണെന്നോ അല്ലെങ്കിൽ ഒരു വെസ്റ്റത്തെ സിനിമയാണെന്നൊന്നും തോന്നില്ല. അത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് വമ്പം പരിപാടിയാണ് ചെയ്ത് വെച്ചുള്ളത്. അപ്പോ പുള്ളിക്കാരന്റെ പേര് നോക്കി വെച്ചോളൂ. മലയാള സിനിമയിൽ ഇനി ശ്രീനിവാസനാണ്. അതെ, അടിപൊളിയായിട്ടുള്ള സിനിമകൾ ഇറക്കാനായിട്ട് ഒരുപാട് കാലിബറുള്ള ഒരു പുള്ളിയാണ്. സോ ഹാറ്റ്സ് ഓഫ് ശ്രീരാജ് ശ്രീനിവാസൻ. പ്രൊഡക്ഷൻ പിന്നെ പറയണ്ട, അൻവർ റഷീദ് പ്രൊഡക്ഷൻ എടുത്തപ്പോ തന്നെ നമുക്കറിയാം ചില്ലറ കളിക്കുന്ന ആള് നിൽക്കാറില്ല. ഏത് സിനിമയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്മിറ്റ് ചെയ്തപ്പോ തന്നെ പടത്തിന്റെ റേഞ്ച് എന്താവും എന്നുള്ളത് ഊഹിച്ചിട്ട് തന്നെയാണ് ആൾ ഓരോ കളി കളിക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് പടം കയറി കൊളത്തിയിട്ടുണ്ട്. എന്തായാലും കിഡിലിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ കിട്ടിയുള്ളത്. നമുക്ക് പല സിനിമ കാണുമ്പോൾ പല പല അഭിപ്രായങ്ങൾ പല ഇതിലും വരാറുണ്ട്. പക്ഷെ ഇതില് രണ്ടുപേർക്കും ഒരേ ലെവലിൽ തന്നെ നമ്മള് കണ്ട തിയേറ്ററിൽ എല്ലാവരും സെയിം മൈൻഡിൽ അല്ലെങ്കിൽ സെയിം വൈബിൽ തന്നെ പടത്തിന്റെ ഓരോ സീക്വൻസ് എൻജോയ് ചെയ്യണ്ടായിരുന്നു. കാരണം ഡാർക്ക് ഹ്യൂമർ ആണെന്ന്, ഡാർക്ക് ഹ്യൂമറിൽ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സൂക്ഷ്മദർശിന്റെ ഒക്കെ കണ്ടാണ്. അതേപോലെ തന്നെ ബേസിലൊക്കെ തികച്ചു വ്യത്യസ്തമുള്ള റോളാണ്. ബേസിലിന് എന്തൊരു റോള് കൊടുത്താലും ചെയ്യാൻ പറ്റാത്തെന്നുള്ള ഒരു സംശയം നമുക്ക് വന്നു പോകും. അപ്പൊ അതിലേക്ക് വരാനായിട്ട് മുന്നേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരും കൂടി പറഞ്ഞതിന് ശേഷം ഷൈജു ഇതാണ്. അതാണ് ഫുൾ വമ്പം പുലികളാണ് പിടിച്ചിട്ടുള്ളത്. അവരൊന്നും ഇത് കമ്മിറ്റ് ചെയ്തതിന് ഒരു അതിശയോക്തി ഇല്ല. കാരണം അത്രയും നല്ല പ്രൊജക്റ്റ് ആണെന്നുള്ളത് മുൻകൂട്ടി അറിയാനുള്ള കഴിവുള്ള ആൾക്കാരാണല്ലോ ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാവരുടെയും കഴിവിന്റെ മാക്സിമം ഔട്ട്പുട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. കിടിലൻ സിനിമാറ്റോഗ്രാഫിയാണ്. ഷാപ്പിലേക്കുള്ള സീനുകളൊക്കെ പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു 80% ഷാപ്പിലത്തെ സീനുകൾ തന്നെയാണ് സിനിമയിലുള്ളത്. അതിലും കുറെ ത്രില്ലടിപ്പിക്കുന്ന സീനുകളിലുള്ള കുറെ കട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ചില മ്യൂസിക് കയറ്റിയിട്ട് വിഷ്ണു വിജയാണ് മ്യൂസിക്കും ആളുകളൊക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന പാട്ടുകളെന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മ്യൂസിക് തന്നെയാണ്. സുഷിനൊക്കെ ചെയ്യണ പോലത്തെ കുറച്ച് ബീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് സ്യൂട്ടായിരുന്നു പടത്തിന് വേണ്ടിയിട്ട്. അതിന്റെ ഒപ്പം തന്നെ ഉള്ള കളറിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി. ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്, അതായത് ഈ സൗണ്ടിങ് കാര്യങ്ങളൊക്കെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അത് ഈ മ്യൂസിക്കിൽ പെടാത്ത ഒരു ടീമാണ്. അത് നമുക്ക് ഓരോ സീൻസിലും വരുന്ന നമുക്ക് വീഡിയോ ചെയ്യുന്ന പോലെയൊക്കെ ചില സീൻസിലൊക്കെ അത് ഒരു സീനൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷനില്. നമ്മുടെ ബേസിൽ ബൂട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ തട്ടുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫുഡ് കഴിക്കുന്ന. പിന്നെ നായിക പുള്ളിക്കാട് വരുന്നിട്ടാ എന്തൊരു ശിവരാമനാ, ചാന്ദിനി ശിവരാമൻ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ സിനിമയിലൊക്കെ ഉള്ളതാണ് ചാന്ദിനി ശിവരാമൻ. ലാസ്റ്റ് പണിയിലൊക്കെ നമ്മൾ കണ്ടാണ്. പണിയിൽ IPS ഉദ്യോഗസ്ഥയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ ക്യാരക്ടർ എടുത്തു പറയണം. വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. അത് മേക്കപ്പ് കൊണ്ടാണെങ്കിലും കുറച്ച് ഡാർക്ക് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര രസമായിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അത് ഭയങ്കര രീതിയിൽ ഷൂട്ട് ആവുന്നുണ്ട്. കാരണം അത് സിനിമ കാണണം. അതിൽ നമുക്ക് കുറെ സ്പോയിലേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ നമുക്ക് ഒരുപാട് എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. നല്ല പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. അത് മാത്രമല്ല അവർ ഇൻട്രൊഡക്ഷനിൽ മറ്റേ നാടൻപാട്ട് ചെമ്പകുമേനിയാണെന്നുള്ള പാട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള കിടിലം പരിപാടിയായിട്ടുണ്ട്. പിന്നെ വിഷ്ണു വിജയ് അങ്ങനെയാണ്. വിഷ്ണു വിജയന്റെ എല്ലാ പ്രോജക്റ്റ് നോക്കിയാലും മനസ്സിലാവും നമുക്ക്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിൽ മ്യൂസിക് സെറ്റ് ചെയ്യാനായിട്ട് ആൾക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതും അടിപൊളി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ എഡിറ്റർ വന്നിട്ട് ഷഫീഖ് മുഹമ്മദ് അലിയാണ്. നല്ല നല്ല എഡിറ്റിംഗ് ആണ്. ഒരുപാട് എഡിറ്റിംഗിന് ഭയങ്കര പ്രാധാന്യമുള്ള റോള് സീനുകൾ. കാരണം ഈ പാസ്റ്റും പാസ്റ്റ് എന്നല്ല ഫ്ലാഷ് ബാക്കും പ്രസന്റും ഇങ്ങനെ കാണിച്ച് നിൽക്കുന്ന ഒരു സീൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ടെക്നിക്കൽ സൈഡ്. ടെക്നിക്കലി അത്രയും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള സിനിമയാണ് ചെയ്തിട്ടുള്ളത്. ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ പടത്തിന്റെ റേഞ്ച് തന്നെ മാറ്റാനായിട്ട് എല്ലാവർക്കും കൂടി സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ബേസിലേക്ക് വരികയാണെങ്കിൽ അതിന് മുമ്പ് പടത്തിനെ പറ്റി പറയുമ്പോൾ പടം സ്റ്റാർട്ടിങ് കാണിക്കുന്ന തന്നെ ഓൾറെഡി ട്രെയിലർ കാണിക്കുന്നുണ്ട്. ഒരു കൊലപാതകത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള കഥ. ഷാപ്പിലുണ്ടാവുന്ന ഒരു ഷാപ്പായിട്ടാണ് ഒരു പാട്ട്, ഒരു ടൈറ്റിൽ സോങ് പോലെ കാണിക്കുന്ന ഒരു ഷാപ്പിലത്തെ സീൻസ് ആണ്. പ്രത്യേകിച്ച് തൃശ്ശൂർകാർക്കും, അതും ഞങ്ങളൊക്കെ ചെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. വീട്ടിലടുത്തും പരിസരത്തൊക്കെ ഒരുപാട് ചെത്തുകാരികളാണ്. അപ്പൊ നമുക്ക് ഒരാൾ ചെത്തുന്നത് തൊട്ട് ഷാപ്പിലേക്ക് കല്ലെത്തുന്നതും അറിയാത്തവർക്ക് അതിനെ പറ്റി കണക്ട് അല്ല, നമുക്ക് കണക്ട് ആവാൻ പറ്റും. എങ്കിലും തൃശ്ശൂർകാർക്ക് ഒരുവിധം എല്ലാവർക്കും നല്ല രീതിയിൽ കണക്ട് ആവുന്ന സീൻസ് ആയിരിക്കും. പിന്നെ തൃശ്ശൂർ ബേസിലുള്ള പടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരുള്ളവർക്ക് ഷാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ആ ഒറ്റ സീനിൽ, ആ ഒറ്റ സോങ്ങിൽ തന്നെ ഷാപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ നോർമൽ എങ്ങനെയാണ് ഷാപ്പുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അത് ഫാമിലി ആയിട്ടും ക്രെഡിറ്റ്സ് ആണ് എഴുതി കാണിക്കുന്നത്. ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് ഹാഫ് ടൈമിലാണ്. അപ്പൊ ആരും മൊബൈൽ പിടിച്ചിരിക്കണ്ട. ഹാഫ് ടൈം ഇന്റർവെൽ ബ്ലോക്കിലാണ് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. ഇന്റർവെൽ ബ്ലോക്കാണ് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെയാണ് പടം തുടങ്ങുന്നത്. പിന്നെ ഒരു കൊലപാതകം, പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന ആളാണ് ബേസിൽ ജോസഫ്. പിന്നെ കുറെ ടിപ്പിക്കൽ പോലീസുകാരനെകളും വിട്ടിട്ട് ഒരു വയലൻസ്, നോൺ വയലൻസ് ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരനായിട്ടാണ് വരുന്നത് പുള്ളി ഇതില്. പിന്നെ അതിൽ എടുത്തു പറയാനുള്ളത് കുറെ കോൺസ്റ്റബിൾസിന്റെ കുറെ റോൾ ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾസ് നല്ല ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള എല്ലാവരും പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതിൽ ഒരാൾ എടുത്തു പറയാനുള്ളത് എന്റെ ഒരു ചങ്കായിട്ടുള്ള വിഷ്ണുവിന്റെ അച്ഛനുണ്ട്, വിജയൻ ചാത്തന്നൂര്. 40-45 വർഷത്തോളായിട്ട് നാടക ആർട്ടിസ്റ്റ് ആണ്. ചെറിയ ചെറിയ വേഷങ്ങളിൽ പല പല സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതിലൊരു മാഷിന്റെ റോളാണ്. ഫുൾ ടൈം സ്ക്രീനിൽ പ്രസൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി റിവ്യൂ എടുക്കുന്നതിന് മുന്നേ തന്നെ വിളിച്ച് സംസാരിച്ചത് ആളുടെ അടുത്താണ്. സോ അത് ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിലെ. CI ആയിട്ടുള്ള പുള്ളിക്കാരൻ, അതേപോലെ നിയാസ് ബക്കർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പെർഫോമൻസ് ആണ്. കോൺസ്റ്റബിൾസ് ആയിട്ടുള്ളത് ക്യാരക്ടേഴ്സ് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് റോളും ഉണ്ട്. അതാണ് വെറുതെ സീനിൽ കുറെ നേരം കൊണ്ട് നിർത്തിയിട്ടുള്ള രണ്ട് സീനിയർ ആയിട്ട് വൃദ്ധന്മാരായിട്ട് കളിക്കുന്ന രണ്ടാളുകളുണ്ട്. ഷാപ്പിലത്തെ ആളുകളാണ്. തകർത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല പരിപാടികളാണ്. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ഹ്യൂമർ വർക്ക് ആയിട്ടുണ്ട്. അത് 2.5 കൂടുതലും പോകുന്നത്. 2.5 മണിക്കൂറുള്ള സിനിമയാണ്. അതിലൊരു 5 മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ ത്രില്ലടിപ്പിച്ച് അതിന്റെ ഇടയിൽ ഇവര് നമ്മള് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡിലേക്ക് പോണ സമയത്ത് അപ്പോഴേക്കും ഒരു കോമഡിയാക്കി മാറ്റും. പിന്നെ ബേസിലിന്റെ ഇതുവരെ കണ്ടിട്ടില്ല. ബേസിൽ എന്ത് റോളാ ചെയ്താത്തേന്ന് ഇപ്പൊ തോന്നിപ്പോകും. കാരണം വേറൊരു പ്രത്യേക തലത്തിലുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വന്നിട്ടുള്ളത്. കൂർമ്മബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് അത്. അതുപോലെ തന്നെ അത് എന്താ പറയാ, അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ക്ലൈമാക്സും ഫിക്സ് ചെയ്തിട്ടുണ്ട് സംവിധായകൻ. പടം നല്ല രീതിയിൽ നല്ലൊരു സസ്പെൻസും നല്ലൊരു ട്വിസ്റ്റും ഒക്കെ തരുന്നുണ്ട് പടം. അതെ, അതുകൊണ്ട് അതിന്റെ കഥയിലേക്കും കാര്യങ്ങൾക്ക് വേറെ ഒന്നും പോകാൻ പറ്റില്ല. ഈ മർഡർ അന്വേഷിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിലും ചൂട് പിടിച്ച് വരുന്ന ബാക്കി സീനുകളാണ് സിനിമ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പോയിലർ ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എല്ലാവരും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ബേസില് സൗബിന്റെ ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. ചെമ്പവിനോദനൊക്കെ ഈസിയാണ്. കേക്ക് വാക്കായിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം അതെ അതെ മനസ്സിലാവും പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ പഠിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ. എല്ലാവരും അതെ, ഒരാളും പോലും നമുക്ക് വെറുതെ കൊണ്ട് നിർത്തിയ പോലെ ഫീൽ ചെയ്യാം. ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. നമുക്ക് ആരും മിസ്കാസ്റ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പടം എന്തുകൊണ്ടും അടിപൊളി ഒരു പടം തന്നെയാണ്. ഗംഭീര പടമാണ്. നല്ല കഥയാണ്. ഇത്രയും ത്രില്ലറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പടം ഇത്രയും, അല്ലെങ്കിൽ നമുക്ക് ആവർത്തന വിരസത തോന്നാനായിട്ട് ഒരുപാട് സാധ്യത മലയാളത്തിൽ. കാരണം ഇപ്പൊ നമുക്ക് തന്നെ ലാസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇറങ്ങുന്നതൊക്കെ ത്രില്ലറുകൾ, കേസ് അന്വേഷണം, കാര്യങ്ങള് എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്, വെറൈറ്റികളുണ്ട്. ഇപ്പൊ രേഖാചിത്രമാണെങ്കിൽ ലാസ്റ്റ് കണ്ടത് എല്ലാം പല പല ടൈപ്പ് പടങ്ങളാണ്. മലയാളത്തിന്റെ ഏറ്റവും പീക്കിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് തോന്നണേ. കാരണം എല്ലാവരുടെ വർക്കുകളും കിട്ടിയ വർക്കുകളാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള നല്ല സിനിമകൾ കാണുന്നത്. സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിറങ്ങും. നമുക്ക് കിട്ടുന്നത് ഹൈപ്പ് അല്ലെങ്കിൽ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് ഒരു പടം വരുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. നമുക്ക് പടം പോയി കണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ കൂടെ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. സസ്പെൻസ് കൂടാണ്. നമ്മൾ പ്രാവിൻകൂടി ഷാപ്പിലൊക്കെ പോയിട്ട് കള്ളുപിടിച്ചിട്ടുള്ളതാണ്. ആ ഷാപ്പായിട്ട് ഇനി ബന്ധമൊന്നുമില്ല, ആ പേര് മാത്രമാണ് സെറ്റാണ്. പക്ഷെ അതൊക്കെ ഷാപ്പാന്നുള്ളത് കാണുമ്പോൾ ഷാപ്പിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ജസ്റ്റ് തന്നെ പറഞ്ഞ ആ ക്രെഡിറ്റ് എഴുതി കാണിക്കുന്ന പാട്ട് തന്നെ കണ്ടാൽ മതി. ഷാപ്പും ഷാപ്പിലെ കറികളും തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഫീലാന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാം. സോ എല്ലാരും തിയേറ്ററിൽ പോയിട്ട് ശിവജിത്തിന്റെ പറയണം. പറയാൻ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും ശിവജിത്ത്.
ആളാണ് ഇതിലത്തെ മെയിൻ ആയിട്ട് ഒരു ക്യാരക്ടർ ആയിട്ട് വരുന്നത്. അപ്പോ പുള്ളിക്കാരന്റെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്, ഒരു മാസ് ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോ എല്ലാവർക്കും അഭിനയിച്ചവർക്കും ടെക്നിക്കൽ സൈഡിൽ നിന്നും എല്ലാം അന്യായ പടാണ്. എന്തായാലും മിസ് ചെയ്യാതെ എല്ലാരും തിയേറ്ററിൽ പോയി കാണാം. സോ ബൈ ഫ്രം ട്രക്കി സ്റ്റോറീസ്.